ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബാജിയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പൊട്ടാറ്റോസ് പീൽ ചെയ്യാണ്. ദോശയുടെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് കേട്ടോ ബാജി. പക്ഷേ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട്, അമ്മയ്ക്ക് തേഴ്സ്ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഓണിയൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഓണിയൻ ഇല്ലാത്ത ബാജിയാണ് അമ്മ ഉണ്ടാക്കിയത് ഇന്ന്. വേഗയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ദോശയും ചട്നിയും. വൈറ്റ് ചട്നി തന്നെ വേണമെന്ന് എപ്പോഴും പറയും. എന്നാലും നമ്മൾ റെഡ് ചട്നി ഉണ്ടാക്കിയാൽ അന്ന് മുഖം വീർപ്പിക്കും കേട്ടോ. പക്ഷെ എന്നാലും കഴിക്കും, നമ്മൾ കഴിപ്പിക്കുകയാണെങ്കിൽ ആളും കഴിക്കും, അങ്ങനെയൊന്നുമില്ല. പിന്നെ ബാജി ഇങ്ങനെ ഓണിയൻ ഇല്ലാത്ത ബാജി ഉണ്ടാവും, നല്ല കട്ടിയുള്ളത്. അപ്പോൾ ഈ ദോശ കഴിക്കാൻ നല്ല രസമാണ്, ചട്നിയിൽ മുക്കിട്ട് കഴിക്കണം. അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കിയതാണ് ബാജി. ദോശ നമ്മൾ ചൂടാൻ തുടങ്ങിയാൽ പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അത് തന്നെ നോക്കണം. എല്ലാവർക്കും ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കി വെക്കാറില്ല, അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഈ ദോശ ചുടുന്നതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഈ ദോശ ചുടുന്നത് കണ്ടാലറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയൊക്കെ നല്ല റൗണ്ടിലാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തിയിട്ട് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായിരുന്നു. അത് തവ എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതാക്കിയിട്ടാണ് ദോശ ചൂടാ. ഈ ബാജി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പൊട്ടാറ്റോ ഒന്ന് വേവിച്ച് വെക്കണം, 2 പച്ചമുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു പാനിൽ നമ്മൾ കടുക്, ഉഴുന്ന് ഇത് പൊട്ടിക്കണം. എന്നിട്ട് പിന്നെ അതിലേക്ക് ഈ നമ്മുടെ കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇടണം. പിന്നെ കായം വേണമെങ്കിൽ കായം ഇടാം. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച പൊട്ടാറ്റോസ് ഉണ്ടല്ലോ അതൊന്ന് മാഷ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ആലു പൊറോട്ടക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ ഇന്ന് മീൻ വാങ്ങിയിട്ടോ, നങ്ക്, മാന്തൽ എന്നൊക്കെ പറയാം. വലിയ മീനാണ്, വലുതായിരുന്നു. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തു മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം കട്ട്സൊക്കെ ഇടും, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മസാലയൊന്നും എത്താത്ത പോലെ ഉണ്ടാവും അങ്ങനെ. പിന്നെ അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഈ ലൈറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ മറന്നു ഞാൻ എൻ്റെ ഈ ലൈറ്റ് ഓൺ ചെയ്യാനേ. അപ്പോൾ ഈ ഫോൺ കൊണ്ട് മാത്രം കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ഞാൻ എടുത്തത്. ഞാൻ സ്റ്റാൻഡ് വെക്കാൻ വിട്ടുപോയി ഇന്നലെ. ഞാൻ ഈ ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, പിന്നെ നമ്മുടെ മുളക് പൊടി, അത്രയേ ഉള്ളൂ. ഇത് കൂടിപ്പോയാൽ സോയ സോസും കുരുമുളക് പൊടി. ഇതിപ്പോൾ നമ്മൾ അലക്സിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മെയിൻ താരമാണ്. ഞാൻ TV അധികം കുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞതോടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പട്ടിക്കുഞ്ഞുങ്ങളാണ്, കണ്ടാലൊരു ഒറിജിനാലിറ്റി ഇല്ലേ. ഇത് രണ്ടും ശ്രേയസിനും വേദിക്കും ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. ഈ ഡാൽമേഷ്യൻ ഇല്ലേ, അതുപോലൊരു ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒരു ഡോഗ്. ബോബി എന്നായിരുന്നു പേര്. കൊറോണ സമയത്ത് മരിച്ചു പോയി പാവം. ഒരു 13 വയസ്സൊക്കെ ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു, എൻ്റെ പുറകെ തന്നെ വരും. എനിക്കാണെങ്കിൽ ആദ്യം പേടിയായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ നല്ല ഫ്രണ്ട്ലി ആയി എന്ന് വെച്ചാൽ, പിന്നെ ഈ കുട്ടിയൊക്കെ ആയപ്പോൾ കുട്ടീനെ അടുത്ത് നടക്കുമ്പോൾ എനിക്ക് പോകാൻ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പോവായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിന് അവർ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ആള്, പരിപ്പ് കറിയാണ്. ദാളിത്തോയ് എന്നാണ് നമ്മൾ കൊങ്കണിയിൽ പറയാം. ഇത് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് എണ്ണ ഇടും, അല്ലെങ്കിൽ അത് പുറത്തേക്ക് തൂവി വരും. പ്രഷർ കുക്കറിൽ ഒരു 5-6 വിസിലെടുത്താൽ, എന്നിട്ട് ഇതൊന്ന് കടഞ്ഞെടുത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും ഇത് കായൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കും. പിന്നെ അതിലേക്ക് വറവിടും. അങ്ങനെ ഇന്നത്തെ പാചകങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ മീൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ആ മാന്തേൻ്റെ സൈഡ് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ മുളക് ഇട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
മസാലക്കറി ഈ തേങ്ങ ഇട്ട മസാലക്കറി അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ മുളകിട്ടതുണ്ട് ചെറുതായിട്ട് ഈ സൈഡ് പീസൊക്കെ വെച്ചിട്ടേ. പിന്നെ ഇനി വൈകുന്നേരമാണ്. ഇപ്പോൾ ശ്രേയസിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ശ്രേയസ് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആള് വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ കുട്ടികളെ ഒന്ന് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ മുൻപിപ്പോൾ പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് നല്ല ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഈ സ്കൂൾ തുറക്കുന്ന സമയത്തും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് ഭജൻസാണ് കേട്ടോ. പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ എപ്പോഴും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് പാടുമായിരുന്നു. അതുകൊണ്ട് ഈ വരികളൊക്കെ കാണാൻ പാടാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആ ടച്ച് അങ്ങ് വിട്ടുപോകും. പക്ഷേ എല്ലാ വേർഡ്സും അറിയാം, എല്ലാ ലൈൻസും അറിയാം. അങ്ങനെ കുട്ടികളെയും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് പഴം ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എന്താ വരട്ടുന്നതെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നെയ്യ് പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂ ഒക്കെ ഇട്ടു കേട്ടോ, ചെറുതായി നുറുക്കിയിട്ട്. ഇനി കുട്ടികൾക്ക് കുറച്ച് സൂപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയാലേ ഉറക്കം വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ നോറിൻ്റെ സൂപ്പാണ് ഞാൻ അധികം വാങ്ങുക. നല്ല ടേസ്റ്റാണ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രേപ്സ് നമ്മൾ ഇപ്പോൾ ചില ഗ്രേപ്സിലൊക്കെ ഭയങ്കര ഒരു ചളി പോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഏത് ഫ്രൂട്ടായാലും വെജിറ്റബിൾ ആയാലും പലതവണ കഴുകിയ ശേഷമേ യൂസ് ചെയ്യാവൂ. ഇത് 2 തവണ സാധാരണ വെള്ളത്തിൽ, പൈപ്പ് വെള്ളത്തിൽ കഴുകിയ ശേഷം പിന്നെ ഒരു തിളപ്പിച്ചാറിയ വെള്ളത്തിലും കൂടി കഴുകിയ ശേഷമാണ് നമ്മൾ ഈ ഗ്രേപ്സൊക്കെ യൂസ് ചെയ്യുക. അത്രയ്ക്കും ഇതുണ്ടാവും. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഒരു അതിൻ്റെ ആ ചളിയാണ്. ഇപ്പോൾ ഈ 2ാമത്തെ വെള്ളമാണിത്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ സൂപ്പ് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ സൂപ്പും ഈ മഷ്റൂമിൻ്റെയും അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതെല്ലാം ഒരു ദിവസം ഉണ്ടാക്കിയതല്ല കേട്ടോ, ദിവസം ഉണ്ടാക്കിയതാണ്. ഞാൻ വീഡിയോയിൽ ഇട്ടുന്നേ ഉള്ളൂ. ഞാനൊരു സൂപ്പർ വുമൺ അല്ല. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഒരു ഓംലെറ്റൊക്കെ ഇട്ട് സോസൊക്കെ ഇട്ട് ഒരു സാൻഡ്വിച്ചാണ്, സാധാരണ സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ചും ചായയും. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 7-8 മണിയാകുമ്പോൾ ഒരു സ്നാക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിൽ ഇത് കഴിക്കാത്ത ഒരേ ഒരാൾ വേദിയാണ്. അപ്പോൾ ആൾക്ക് ബ്രെഡ് ആൻഡ് ജാമാണ്. ഇതിപ്പോൾ ഡിന്നറിനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മാന്തൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.